നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് സാമ്പത്തിക കെടുകാര്യസ്ഥത അതിരൂക്ഷമായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. CAG പലതവണ പിണറായി വിജയൻ സർക്കാരിനെ ഇതിനെതിരെ മുന്നറിയിപ്പും നൽകിയിരുന്നതാണ്. അതായത് കിഫ്ബി ഭരണഘടനാ വിരുദ്ധമായ ഒരു സ്ഥാപനമാണ്. ബജറ്റിന് പുറത്ത് ഇങ്ങനെ സംസ്ഥാനങ്ങൾക്ക് കടമെടുക്കാൻ പാടില്ല. അത് ഭരണഘടനാ വിരുദ്ധമാണ്. സംസ്ഥാനത്തിൻ്റെ പൊതു താൽപ്പര്യത്തിന് എതിരാണ്. നിയമവിരുദ്ധമായ ഒരു സ്ഥാപനമാണ് കിഫ്ബി എന്നും കിഫ്ബിയുടെ പേരിൽ വിദേശ സഹായം ഉൾപ്പെടെ സ്വീകരിക്കുന്നത് ശരിയല്ല എന്നും CAG അന്നത്തെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നതാണ്. എന്നിട്ടും ഇതൊന്നും വകവയ്ക്കാതെ CAG കേന്ദ്ര സർക്കാർ സ്ഥാപനമാണെന്നും RSSൻ്റെ അജണ്ട നടപ്പിലാക്കുന്ന സ്ഥാപനമാണെന്നുമൊക്കെ ഈ ഒരു CAG റിപ്പോർട്ടിനെ വളച്ചൊടിച്ചുകൊണ്ട് ധനമന്ത്രി KM തോമസ് ഐസക്കും പിന്നീട് വന്ന ബാലഗോപാലുമെല്ലാം നിലപാടെടുത്തിരുന്നു. കിഫ്ബിയുടെ പേരിൽ കോടിക്കണക്കിന് രൂപ കടം വാങ്ങുകയും ആ കടം സംസ്ഥാന ബഡ്ജറ്റിൻ്റെ പുറത്ത് നിർത്തുകയും ചെയ്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ വിരുദ്ധത. ആ ഭരണഘടനാ വിരുദ്ധത അവസാനിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകാതിരുന്നപ്പോൾ കേന്ദ്ര സർക്കാർ അറ്റകൈ പ്രയോഗം പ്രയോഗിച്ചു. അത് മറ്റൊന്നുമല്ല, ഈ പറയുന്ന കിഫ്ബിയുടെ കടബാധ്യതയെടുത്ത് സംസ്ഥാന ബഡ്ജറ്റിൻ്റെ അകത്തേക്കിട്ടു. അത് മൊത്തം കടപരിധിയിൽ ഉൾപ്പെടുത്തി. അതിനുശേഷം മാത്രമേ മൊത്തം സംസ്ഥാനത്തിൻ്റെ കടമെടുക്കാനുള്ള അനുവാദം സർക്കാർ നൽകിയിരുന്നുള്ളൂ. ഇതോടുകൂടി പിണറായി വിജയൻ സർക്കാർ ആപ്പിലായി. ഒരു കാരണവശാലും സംസ്ഥാന വിഹിതം, സംസ്ഥാനത്തിന് കടം വാങ്ങുന്നതിൻ്റെ വിഹിതത്തിൽ ഈ കിഫ്ബിയുടെ വായ്പ കൂട്ടാൻ കഴിയില്ല എന്നാണ് സംസ്ഥാനം പറയുന്നത്. പക്ഷേ ഇതൊരു ചെറിയ തുകയല്ല. ഏതാണ്ട് 39,000 കോടി രൂപയാണ് ഇത്തരത്തിൽ ബഡ്ജറ്റിന് പുറത്ത് കടം വാങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ 2024-25 കാലഘട്ടത്തിലെ പുതിയ ഈ റിപ്പോർട്ട് കൂടി, അതായത് CAG റിപ്പോർട്ട് കൂടി പുറത്തു വരികയാണ്. ഈ CAG റിപ്പോർട്ട് ഗുരുതരമായ പല കണ്ടെത്തലുകളും നടത്തിയിട്ടുണ്ട്. CAG റിപ്പോർട്ടിൻ്റെ ഒരു കണ്ടെത്തൽ പ്രകാരം മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്നും കോടികൾ വകമാറ്റിയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് നേരത്തെയും വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ പറഞ്ഞ ആളുകളെയെല്ലാം പോലീസ് കേസ് എടുത്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ വ്യാജ പ്രചരണം നടത്തുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിരുന്നു. എന്നാൽ അതേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ പിണറായി വിജയൻ കൈയിട്ട് വാരി എന്ന വാർത്തയാണ് വരുന്നത്. അതായത് 622 കോടി രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും സഞ്ചിത നിധിയിലേക്ക് മാറ്റിയതായി CAG കണ്ടെത്തിയിരിക്കുന്നത്. കമ്മി കുറച്ചു കാട്ടുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു ഉഡായിപ്പ് നടത്തിയിരിക്കുന്നത് എന്നാണ് CAGയുടെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ അതീവ ഗുരുതരമായ ആരോപണമായി, അല്ലെങ്കിൽ സർക്കാരിനെതിരായിട്ടുള്ള ആരോപണമായി ഇത് മാറാനുള്ള സാധ്യതയുണ്ട്. പിണറായി വിജയൻ സർക്കാരിൻ്റെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ കുറിച്ച് നേരത്തെ തന്നെ പരാതികൾ ഉയർന്നിരുന്നു. വ്യാപകമായ ധൂർത്തും അതുപോലെ തന്നെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികൾ ഇല്ലാത്തതും സംസ്ഥാന ഖജനാവിനെ നശിപ്പിച്ചു. വികസനത്തിന് പണമില്ലാത്ത ഒരു അവസ്ഥ കേരള സർക്കാർ അല്ലെങ്കിൽ കേരള സംസ്ഥാനത്ത് കഴിഞ്ഞ കുറേ നാളുകളായി ഉണ്ട്. കേന്ദ്ര പദ്ധതികളെ ആശ്രയിച്ചുകൊണ്ടാണ് കേരള സംസ്ഥാനം ഒരു വിധേനയെങ്കിലും മുന്നോട്ട് പോകുന്നത്. പക്ഷേ കേന്ദ്ര പദ്ധതികൾക്കപ്പുറം ഈ സംസ്ഥാനത്ത് എന്തുണ്ട് എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. പക്ഷേ അത്തരം പദ്ധതികൾ പ്രഖ്യാപിക്കണമെങ്കിൽ സംസ്ഥാനത്തിന് പണം വേണം. സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിൻ്റെ 70 മുതൽ 80% വരെ ശമ്പളത്തിനും പെൻഷനുമായി ഉപയോഗിക്കുകയാണ് എന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തിറങ്ങിയ ധവളപത്രം കണ്ടെത്തിയിരുന്നു. എന്ന് പറഞ്ഞാൽ തുച്ഛമായ പണം മാത്രമാണ് വികസന പ്രവർത്തനത്തിന് ഉപയോഗിക്കാൻ കേരള സർക്കാരിൻ്റെ കയ്യിലുള്ളത്. അതുകൊണ്ട് തന്നെ സർക്കാർ കടം വാങ്ങലിനെ വ്യാപകമായി ഉപയോഗിച്ചു വന്നിരുന്നു. കേന്ദ്ര സർക്കാർ കിഫ്ബി വാങ്ങിയ കടത്തിനെ കടം വാങ്ങൽ പരിധിയിൽ നിന്ന് വെട്ടിക്കുറച്ചതോടുകൂടി സംസ്ഥാനം വലിയ പ്രതിസന്ധിയിലായി മാറുകയായിരുന്നു. ഇത് സംസ്ഥാനത്തിൻ്റെ വികസനത്തെ ബാധിച്ചുവെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ CAG നൽകിയ മുന്നറിയിപ്പ് അവഗണിക്കാതിരുന്നുവെങ്കിൽ ഇത് ഒഴിവാക്കാമായിരുന്നു. ഇപ്പോഴിതാ CAG ഗുരുതരമായ മറ്റ് 2 കണ്ടെത്തലുകൾ കൂടി നടത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 262 കോടി രൂപ സഞ്ചിത നിധിയിലേക്ക് റവന്യൂ കമ്മി കുറയ്ക്കാനായി വകമാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ 2 ഗുരുതരമായ കാര്യങ്ങളുണ്ട്. ഒന്ന്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും പണം കൈയിട്ട് വാരിയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൊതുജനങ്ങൾ നൽകുന്ന പണമാണുള്ളത്. അത് പൊതുജനങ്ങളുടെ തന്നെ
ആവശ്യത്തിന് ഉപയോഗിക്കേണ്ടതാണ്. പ്രളയവും നിപ്പയും അതുപോലെ തന്നെ കോവിഡും അതോടൊപ്പം തന്നെ വയനാട് ദുരന്തവും ഒക്കെ ഉണ്ടായ സാഹചര്യത്തിൽ ജനങ്ങൾ ഉദാരമായി സംഭാവന ചെയ്തതാണ്. പലപ്പോഴും സാലറി ചലഞ്ചിലൂടെ സർക്കാർ പിടിച്ചുവാങ്ങിയ പണവും അതിലുണ്ട്. അത് പൊതുജനങ്ങളുടെ ക്ഷേമത്തിന് ഉപയോഗിക്കുന്നതിനു പകരം സംസ്ഥാനത്തെ റവന്യൂ കമ്മി കുറച്ചു കാണിക്കാനുള്ള ഒരു ഉഡായിപ്പിന് വേണ്ടി അത് കൈയിട്ട് വാരി സഞ്ചിത നിധിയിലേക്ക് മാറ്റിയിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിൻ്റെ സ്ഥിതി പൊതുജനങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ട്. പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ധനക്കമ്മി കുറച്ചു കാണിക്കാനുള്ള പൊടിക്കൈ നടത്തിയിരിക്കുന്നത്. അതും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഉപയോഗിച്ചിട്ടാണ് എന്നോർക്കണം. പ്രളയവുമായി ബന്ധപ്പെട്ട് കഷ്ടതകൾ അനുഭവിച്ച ഒട്ടനവധി ആളുകൾക്ക് ഇപ്പോഴും സർക്കാർ സഹായം ലഭിക്കേണ്ടതായിട്ടുണ്ട്. കോവിഡുമായി ബന്ധപ്പെട്ടും ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും സഹായം കിട്ടേണ്ടവരായിട്ടുണ്ട്. വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ഒരു പൈസ പോലും ചെലവഴിച്ചിട്ടില്ല ഇതുവരെ. വയനാട്ടിലെ ജനങ്ങൾക്ക് ഇനിയും കൈത്താങ്ങാകേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനൊന്നും പണം ചെലവഴിക്കാതെ പൊതുജനം സംഭാവനയായി നൽകിയ പണം നിയമവിരുദ്ധമായി തോന്നിയതുപോലെ ഉപയോഗിക്കുകയായിരുന്നു പിണറായി വിജയൻ സർക്കാർ എന്ന ഗുരുതരമായ കണ്ടെത്തലാണ് CAG റിപ്പോർട്ടിലുള്ളത്. ആ CAG റിപ്പോർട്ടാണ് ഇന്ന് മേശപ്പുറത്ത് വച്ചിരിക്കുന്നത്, നിയമസഭയുടെ മേശപ്പുറത്ത് വച്ചിരിക്കുന്നത്. ഇതോടുകൂടി പിണറായി വിജയൻ സർക്കാർ പ്രതിസന്ധിയിലാവുകയാണ്. ഭരണപക്ഷം ഇനി പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ നേരത്തെ തന്നെ വലിയ ആരോപണങ്ങൾ ഉയർന്നിരുന്നതാണ്. എന്നാൽ ഇടതുപക്ഷം അന്ന് ഇതിനെ പ്രതിരോധിച്ചിരുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തീർത്തും സ്വതന്ത്രമായും സുതാര്യമായും കൈകാര്യം ചെയ്യപ്പെടുന്ന ഒരു നിധിയാണ് എന്നാണ്. ഇതിൽ നിന്നും തട്ടിപ്പും വെട്ടിപ്പും ഒന്നും നടക്കുന്നില്ല. എന്തിനൊക്കെ പണം ചെലവാക്കിയെന്നും എവിടെ നിന്നൊക്കെ പണം വന്നതുമെല്ലാം കൃത്യമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റിൽ കണക്കുകൾ ഉണ്ട് എന്നുമാണ് ഇടതുപക്ഷം പറഞ്ഞത്. എന്നാൽ ആ കണക്കുകളെല്ലാം തെറ്റാണ് എന്ന് തെളിയിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മാറ്റിയത് ഒന്നും രണ്ടുമല്ല, 262 കോടി രൂപ സഞ്ചിത നിധിയിലേക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും മാറ്റിയിരിക്കുന്നു. ഞെട്ടിക്കുന്ന കണ്ടെത്തലാണ് CAG നടത്തിയിരിക്കുന്നത്. ആ CAG റിപ്പോർട്ടാണ് ഇന്നിപ്പോൾ മേശപ്പുറത്ത് വച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ വിഷയം കേരളത്തിൽ വലിയ രാഷ്ട്രീയ ചർച്ചയാകുമെന്നാണ് സൂചനയും.